സർവശക്തനായ ജഗന്നിയന്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു ചെറിയ സൊല്യൂഷനാണ് ഇവിടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ ഗൗരവത്തിൽ നിങ്ങൾ അതെടുക്കണം. ശാരീരികമായ ഒരുപാട് അവശതകൾ അനുഭവിക്കുന്നവർക്ക്, ഡസ്റ്റ് അലർജി ഉള്ളവർക്ക്, മലബന്ധമുള്ളവർക്ക്, അതുപോലെ ഉറക്കിൽ കൂർക്കം വലിക്കുന്നവർക്ക് ഒക്കെ അതിന്റെ കാരണവും പരിഹാരവുമാണ് ഇവിടെ പറയുന്നത്. 2 ഹദീസുകൾ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ജനതയ്ക്കും ഇത് ഈ പ്രവാചക അധ്യാപനം ഫിറ്റാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 50% അസുഖവും നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാവും. പ്രവാചകൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഉലിയൽ അശാ, രാത്രി ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ എത്തിയാൽ, വഖീമത്തിസ് സ്വലാ, പള്ളിയിൽ നിന്ന് ഇഖാമത്ത് കൊടുക്കുന്ന ശബ്ദവും കേട്ടു, ഫബ്ദഉ ബിൽ അശാ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടരുത്. ആദ്യം രാത്രി ഭക്ഷണം കഴിച്ച് നിസ്കരിക്കാൻ പോകാവൂ. ഏത് സമയത്ത്? ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ പോലും. ഖാല ഫതഅശ ഇബ്നു റാവി പറയാണ്, റിപ്പോർട്ടർ പറയാണ്, ഫതഅശ ഇബ്നു ഉമർ ലൈലതൻ വഹു യസ്മഉൽ ഇഖാമ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അഥവാ മുത്തഫഖുൻ അലൈഹി, ഇബ്നു മാജയും അബൂ ദാവൂദും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുദ്ദിമൽ അശാ, വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് രാത്രി ഭക്ഷണം എത്തിയാൽ, ഫബ്ദഉ ബിഹി ഖബ്ല അൻ തുസല്ലു സ്വലാത്തൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് നിങ്ങളുടെ രാത്രി ഭക്ഷണം ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക, അതുകൊണ്ട് തുടങ്ങുക. വലാ തഅജലു അൻ അശാഇക്കും, നിങ്ങൾ ഈ രാത്രി ഭക്ഷണം നിർവഹിക്കാതെ നമസ്കാരത്തിന് വേണ്ടി അഥവാ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ധൃതി വെക്കരുത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരി ആകുന്നു. നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നൈലുൽ ഔത്താർ ഇമാം ഷൗക്കാനി റഹ്മഹുല്ല ഈ ഹദീസുകളെ പേജുകളോളം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്, രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ച് നേതൃത്വം നൽകേണ്ടത് പണ്ഡിതന്മാരാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, ഇശാ നമസ്കാരങ്ങൾക്ക് ശേഷമാണ് ഉസ്താദ്മാർ ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി ദർസ് വിദ്യാർത്ഥികളെ വിടാറ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ആഭാസമല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇനി പ്രവാചക അധ്യാപനം മാറ്റി നിർത്തുക. അലോപ്പതി എന്ത് പറയുന്നു നോക്കുക. അലോപ്പതി പറയുന്നത് ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. ഒപ്പം ആഫ്റ്റർ സപ്പർ വോക്ക് എവേയിൽ, അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം. നന്നായി ദഹിച്ച് നിങ്ങൾ ഉറങ്ങാവൂ. ഇപ്പോൾ കർക്കിടകം ആണ് ഈ മാസം കഴിഞ്ഞത്. ആരോഗ്യത്തെക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്യുന്നു. ആയുർവേദത്തിന്റെ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. ആയുർവേദം എന്നാൽ ആയുസിന്റെ വേദം എന്നാണ്. ആയുർവേദം പറയുന്നത് രാത്രി ഭക്ഷണം കഫമായിട്ടാണ് മാറുക. എല്ലാവിധ രോഗങ്ങളുടെയും മൂലകാരണം ഈ കഫമാണ് എന്ന യാഥാർത്ഥ്യം ആയുർവേദം പറയുന്നുണ്ട്. കഫജന്യമായ രോഗങ്ങൾ, ഡസ്റ്റ് അലർജി അടക്കമുള്ള, അതുപോലെ തന്നെ നിരന്തരമായി തലവേദന വരുന്ന, അത് മൈഗ്രെയിനിലേക്ക് എത്തുന്നതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഇതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അറിയുമോ നിങ്ങൾക്ക്? ഈ രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്നതാണ്. പ്രവാചകന്റെ അധ്യാപനത്തെ വലിച്ചെറിയുന്നതാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മാതാക്കൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടവരാണ് ഉമ്മമാർ, പക്ഷെ അവർക്ക് പറ്റാത്തതിന്റെ കാരണം അതാണ്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തല പൊക്കാൻ നിങ്ങൾക്കാവില്ല. അത്രമാത്രം നിങ്ങളുടെ ശരീരം ടയേർഡാണ്. കയ്യും കാലും കണ്ണും ഒക്കെ ഉറങ്ങുന്നു. ആമാശയം മാത്രം വല്ലാതെ പ്രയാസപ്പെടുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു കാരണം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൗണ്ട് സ്ലീപ്പിംഗ്, നല്ല ഉറക്കം നിങ്ങൾക്ക് രാത്രി ഒരിക്കലും വൈകി ഭക്ഷണം കഴിച്ചാൽ ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്കക്കാർ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നു. ചൈനക്കാർ, ജപ്പാൻകാർ, നമ്മുടെ ചൈന എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ തമിഴന്മാർ, അതുപോലെ ലോകത്തെ അറബികൾ മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസുണ്ട്, ഇബ്ദുൽ അശാ ഖബല ഇശാ, നിങ്ങൾ രാത്രി ഭക്ഷണം ഇശാഇന് മുമ്പ് അശാ നിർവഹിക്കണമെന്നാണ്. മറ്റൊന്ന്, നിങ്ങൾ മഗ്‌രിബിക്ക് മുമ്പ് കഴിയുമെങ്കിൽ നിങ്ങൾ കഴിക്കണം എന്നാണ്. സൂര്യാസ്തമയത്തിനു ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ സഹോദരങ്ങളെ, വളരെ വിനയത്തോടു കൂടിയാണ് പ്രവാചകന്റെ വലിച്ചെറിയപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകന്റെ അവഗണിക്കപ്പെട്ട ഒരു ഹദീത്താണ് ഇത്. നബി തന്നെ പറയുന്നുണ്ട്, എന്റെ ഒരു വചനം ആരെങ്കിലും ഫസാദിന്റെ, കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ അത് ഹയാത്താക്കിയാൽ അവന്
വലിയ പുണ്യമാണ് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചക ചര്യയെ നമുക്ക് എല്ലാവർക്കും ഹയാത്താക്കാൻ വേണ്ടി, ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കാത്ത നോൺ മുസ്ലിംസിനും ഇത് സ്വീകരിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ്. ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ APJ അബ്ദുൽ കലാം മരിക്കുന്നത് 84-ാമത്തെ വയസ്സിലാണ്. അപ്പോഴും അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക. അത്താഴം നിങ്ങൾ ലൈറ്റായിട്ട് കഴിക്കരുത്, ലൈറ്റായിട്ട് കഴിക്കുക. അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പഴമൊഴി, അത്താഴം അത്തിമരത്തോളം എന്നാണ് ന്യൂ ജനറേഷന്റെ മൊഴി. അതാണ് സകല രോഗങ്ങളുടെയും മൂലകാരണം. 40-30 കഴിയുമ്പോഴേക്ക് ഷുഗറും കൊളസ്ട്രോളും അടക്കമുള്ള എല്ലാ രക്തസമ്മർദ്ദം അടക്കമുള്ള മുഴുവൻ രോഗങ്ങളുടെയും കാരണം കൂടി ഇതാണെന്ന് തിരിച്ചറിയുക. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക, ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പ്രവാചകന്റെ ഈ അധ്യാപനത്തെ ജീവിതത്തിൽ പകർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ആരോഗ്യ ദൃഢമായ ഒരു ഗാത്രം ലഭിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ശുദ്ധജലം 2-3 ഗ്ലാസ് കൂടി കുടിച്ചാൽ, ഹൈഡ്രോതെറാപ്പി എന്ന് പറയാം, അതുകൂടി ചെയ്താൽ നിശ്ചയം നിങ്ങൾ രോഗാതുരമായ ഒരു ശാരീരിക മാനസിക അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നല്ല ആരോഗ്യത്തോട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അധിക ഗൾഫ് യുവാക്കളും മരിക്കുന്നതിന്റെ അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ രാത്രി നേരം വൈകിയുള്ള ഈ കരിച്ചതും പൊരിച്ചതും വറവ് സാധനങ്ങളുടെയും മെഴുക്കുകളുള്ള സാധനങ്ങളുടെയും ഒക്കെ ഈ കയറ്റി വെക്കൽ എന്ന യാത്ര തിരിച്ചറിയേണ്ടതുണ്ട്. ഭർത്താവ് ആ സമയത്ത് മാത്രമേ ഉണ്ടാകൂ, ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. നാസ്തയ്ക്കും ചിലപ്പോൾ മക്കൾക്ക് ഒരുമിച്ച് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് കുടുംബിനികൾ ഈ രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്നത് ഗുരുതരമായ ഒരു ദുരന്തമാണ് അതിന്റെ ഫലം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജാഗ്രത പാലിക്കുക. സർവശക്തനായ ജഗന്നിയന്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.